വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും LDF-ന്. രണ്ടാം വാർഡ് അംഗമായ LDF-ലെ രമ പ്രകാശൻ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. 16 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 6 അംഗങ്ങൾ വീതമാണ് LDF-നും NDA-ക്കുമുള്ളത്. UDF-ന് 4 അംഗങ്ങളും. ഇത്തവണയും തുടർഭരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു LDF. രാവിലെ നടന്ന വോട്ടെടുപ്പിൽ 1 വോട്ട് അസാധുവായി. ഇതോടെ നറുക്കെടുപ്പിൽ ഭരണം LDF-ന് ലഭിക്കുകയായിരുന്നു. രണ്ടാം വാർഡ് അംഗമായ രമാപ്രകാശനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ രമാപ്രകാശന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രമാപ്രകാശൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രമപ്രകാശൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വിമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വൈകിട്ട് 2:30-ഓടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. 12-ാം വാർഡ് അംഗമായ LDF-ലെ തിലകൻ മാലിപ്പറമ്പിലിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ അദ്ദേഹം വരണാധികാരിക്ക് മുൻപാകെ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് രമാപ്രകാശൻ വിജയിച്ചിരിക്കുകയാണ്. പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രമാപ്രകാശിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരാണ്. ഈ വരുന്ന 5 വർഷം ശക്തമായിട്ടുള്ളൊരു ഭരണാധികാരിയായിട്ട് മാറാൻ രമാപ്രകാശിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.